Hello everyone, welcome to Zodiac E-Learning Hub. So today's my main question is renal artery stenosis can result in. ഈ ഒരു റീനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തിലോട്ട് ലീഡ് ചെയ്യും എന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പെർസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ, ക്രോണിക് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, റീനൽ ഫെയിലിയർ ആൻഡ് നെഫ്രോട്ടിക് സിൻഡ്രോം. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ ആണ്. ഓക്കെ, പെർസിസ്റ്റന്റ് ഹൈപ്പർടെൻഷൻ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു ഇപ്പോൾ ഒരു സ്റ്റീനോസിസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കിഡ്നിയിലായിട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അതായത് ഒരു റീനൽ ആർട്ടറിയിൽ സ്റ്റീനോസിസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നാരോയിങ് ഉണ്ടാകുന്ന സമയത്ത് കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ട്. ഈ ഒരു റിഡക്ഷൻ കാരണം ഇത് എന്ത് സംഭവിക്കും? റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റെറോൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിഗർ ചെയ്യുന്നുണ്ട്. ഈ ട്രിഗർ ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പെർസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബോഡി കോമ്പൻസേറ്ററി മെക്കാനിസത്തിന്റെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസ് ആണ് ഈ ഒരു എന്താണ് പെർസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസസ്. സോ ദാറ്റ്സ് വൈ ഈ ഒരു റീനൽ ആർട്ടറി സ്റ്റീനോസിസ് പെർസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷനിലോട്ട് ലീഡ് ചെയ്യുന്നു.